ഞാൻ മോഡൽ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായി ഇറങ്ങിയപ്പോൾ നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പം 7 കുട്ടികൾ വരെയാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ വേളൂർ കൃഷ്ണൻകുട്ടി സാറിന്റെ കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള നാടകം എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് റിഹേഴ്സല്. അപ്പൊ അതിൽ വന്ന ഒരു കുട്ടിയാണ് മോഹൻലാൽ. അന്ന് അവിടെ വെച്ച് നാടകം പഠിപ്പിക്കുന്നു. യൂത്ത് ഫെസ്റ്റിവലിന് മേക്കപ്പ് ചെയ്തതും ആ നാടകം ഡയറക്റ്റ് ചെയ്തത് ഞാനാണ്. ആ നാടകത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ അന്ന് മോഹൻലാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നാടകത്തിന് ഫസ്റ്റ് പ്രൈസ് മോഹൻലാലിന്റെ ബെസ്റ്റ് ആക്ടർ. മോഹൻലാൽ ഒന്ന് 90 വയസ്സായ ഒരു കഥാപാത്രമാണ് ചെയ്തത്. ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ടു. കാര്യം സ്ഥിരം യൂത്ത് ഫെസ്റ്റിവലിന് പ്രൈസ് കിട്ടുന്ന 10ാം ക്ലാസ്സുകാർക്ക് ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വാങ്ങിച്ചോണ്ടെന്ന് പറയുമ്പോൾ അതൊരു എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായി. മോഹൻലാലിന്റെ വീടിന്റെ അടുത്ത് ഞാൻ മോഹൻലാലിന്റെ മറവി ഇല്ലായ്മയെ കുറിച്ച്, അത് ഓർമ്മശക്തിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം പറയാം. 100 ഉണ്ട്, ഒരെണ്ണം പറയാം. മോഹൻലാലിന്റെ വീടിന്റെ 2 വീടിന്റെ അപ്പുറത്ത് എൻ്റെ ഒരു റിലേറ്റീവ് താമസം, ഒരു മിലിറ്ററിയിൽ എക്സ് മിലിറ്ററി ആയിട്ടിരുന്ന ഒരു അമ്മാവനാണ്. കാണാൻ കൊള്ളാവുന്ന ഒരു മകളുണ്ട്, സുന്ദരിയാണ്. അപ്പോൾ ഞാൻ അവിടെ പോകും. ആ വീട്ടിൽ നിന്ന് ഒലിച്ചിറങ്ങിയിട്ട് തിരിച്ച് മോഹൻലാലിനെ കണ്ട് സംസാരിച്ചിട്ട് ഒരു ദിവസം ഒരു ക്ലിപ്പ് ക്യാമറ കൊണ്ട് ഞാൻ 2 ഫോട്ടോയൊക്കെ എടുത്ത് അതിന്റെ ഫ്രണ്ട് കൊണ്ടുപോയി വഴി എൻ്റെ എന്നുള്ളത് അന്നൊരു വെപ്രാളുള്ളതുകൊണ്ട് ഈ ഫോട്ടോ വഴി വീണു. അത് വഴി കണ്ട ആരും എടുത്ത് മോഹൻലാലിന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടു. അങ്ങനെ ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആ കുട്ടിയുടെ അച്ഛൻ എന്ത് തുടങ്ങി, കതിർ മണ്ഡപത്തിന് മകളുടെ കൈ പിടിച്ച് കതിർ മണ്ഡപത്തിന് 3 വലം വെച്ച് ഇവൾ കന്യകയാണ് എന്ന് പറയണമെങ്കിൽ ആ അച്ഛൻ ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യേണ്ടായിരുന്നു. രാജു, നീ തൽക്കാലം പോ എന്ന് പറഞ്ഞ് എന്നെ ഇറങ്ങി. ഞാനത് മറന്നു പറഞ്ഞു. അതിനുശേഷം 10-30 വർഷം കഴിഞ്ഞ് ഇപ്പോഴും ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോകുമ്പോൾ ലാലൻ അടുത്തിരിക്കുന്ന എന്നെ ചുരണ്ടിച്ച് എന്റെ ചെവിയിലോട്ട് പറയും, മകളുടെ കൈ പിടിച്ച് കടൽ മണ്ഡപത്തിന് 3 വലം വെച്ച് ഇവൾ കന്യകാണെന്ന് പറയണമെങ്കിൽ അച്ഛൻ ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്തിട്ടുണ്ട്. രാജു, ഇവിടെ എണീറ്റ് പോ. അത് ഒരു അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ ശക്തിയെ കുറിച്ച് ഞാൻ പറയുന്നുണ്ടല്ലോ.